ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും വേഗം വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നാം കർത്താവിൽ ശരണപ്പെടും. ദൈവജനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ട് മാറുന്നതല്ല ആധുനിക മനുഷ്യൻ്റെ വിഭിന്നവും വിപുലവുമായ മാനസിക പ്രശ്നങ്ങൾ. പരീക്ഷണഘട്ടങ്ങൾ നേരിടുമ്പോഴൊക്കെയും നമ്മേക്കാൾ വലിയതും നമ്മുടെ സങ്കല്പങ്ങൾക്ക് പോലും അതീതമായി ശക്തി നമുക്ക് ശരണമായുണ്ടെന്നും വിഷമഘട്ടങ്ങളിൽ ആ ശക്തി നമുക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ദൈവവുമായുള്ള സംസർഗം പ്രാർത്ഥന വഴിയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. മാനസികമായ പിരിമുറുക്കങ്ങൾ അഴിയുന്നത് പ്രാർത്ഥന വഴി മാത്രമാണ്. യേശു പലതവണ പ്രാർത്ഥിച്ചതായി ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന സകല യുദ്ധങ്ങളും ജയിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നാം തിരിച്ചറിയണം. രഫീദീമിൽ വെച്ച് ഇസ്രായേലിന് നേരെ അമാലേക്കിന് യുദ്ധത്തിന് വന്നു. അപ്പോൾ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിലേക്ക് കയറി. മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. കൈ ഭാരത്താൽ താണുപോകുമ്പോൾ അമാലേക്യർ യുദ്ധത്തിൽ ജയിക്കും. അതിനാൽ അഹരോനും ഹൂരും മോശയുടെ ഇപ്പുറവും അപ്പുറവും നിന്ന് അവന്റെ കൈ താങ്ങിക്കൊടുത്തു. സൂര്യൻ അസ്തമിക്കുവോളം കൈ ഉയർത്തിയുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അമാലേക്യർ യുദ്ധത്തിൽ തോറ്റു. ആ സ്ഥലത്ത് മോശ ഒരു യാഗപീഠം പണിതിട്ട് ആ സ്ഥലത്തിന് യഹോവ നിസി അല്ലെങ്കിൽ യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മോശയ്ക്ക് ജയത്തിന്റെ കൊടി ഉയർത്തുവാൻ കഴിഞ്ഞത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ സ്ഥിതിയെ മാറ്റുവാനിടയായിത്തീരും. താബോർ മലയിലെ പ്രാർത്ഥന സ്ഥിതിയെ മാറ്റി. താബോർ മലയിലെ പ്രാർത്ഥന യേശുവിന്റെ മുഖഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർത്തക്കവണ്ണം തന്നിൽ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. എത്രയോ തവണ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ സ്ഥിതിയെ മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ നൽകിയതാണെന്ന് നമുക്കറിയാം. താബോർ മലയിലെ പ്രാർത്ഥന കണ്ടതായ പത്രോസും യാക്കോബും യോഹന്നാനും, അതിൽ പത്രോസ് തന്റെ അനുഭവത്തിൽ ലേഖനത്തിൽ എഴുതി വയ്ക്കുകയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അതെ, മഹിമ കണ്ട സാക്ഷികളായി എന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാണ്. പത്രോസ് ഇവിടെ പ്രാർത്ഥനയിൽ കണ്ട അനുഭവം സാക്ഷീകരിക്കുകയാണ്. യേശുവിന് പ്രാർത്ഥനയിൽ കിട്ടിയ മാനവും തേജസ്സും താൻ പ്രകീർത്തിക്കുകയാണ്. പ്രാർത്ഥന നമ്മുടെ സ്ഥിതിയെ മാറ്റും. വാത്സല്യ ദൈവകുഞ്ഞെ, പ്രാർത്ഥന നമ്മുടെ രോഗങ്ങളെ മാറ്റും. ദൈവവൈതലെ, പ്രാർത്ഥന നിന്റെ ബന്ധനങ്ങളെ അഴിക്കും. പ്രാർത്ഥന നിന്റെ ബാധകളെ അകറ്റും. ദേശത്തും രാജ്യത്തും ലോകത്തും മുഴുവനും സമാധാനം തരാൻ, ജയം തരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്ന് നീ തിരിച്ചറിയണം. നമ്മുടെ അരിമനാഥനായ കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രാർത്ഥനയാൽ അന്ധകാര ശക്തികളെ തോൽപ്പിക്കാമെന്ന് നാം തിരിച്ചറിയണം.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ആഹ്വാനം ചെയ്തു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. വീണ്ടും പറയുന്നു, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആയതിനാൽ സദാസമയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സംസർഗത്തിലായിരിക്കുവാൻ പ്രാർത്ഥനയിൽ നമുക്കുറ്റിരിക്കാം. എന്നും ദൈവവുമായി അടുത്തിടപഴകുവാൻ ധൈര്യമായി നമുക്ക് പറയാം, യഹോവ നിസി. അതെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റും. പ്രാർത്ഥന അന്ധകാര ശക്തികളെ ഓടിക്കും. പ്രാർത്ഥന ആഭിചാരത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കും. പ്രാർത്ഥന രോഗങ്ങളെ സൗഖ്യമാക്കും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.